ബലാത്സംഗ കേസിൽ നടനും എംഎൽഎയുമായ മുകേഷിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കാനൊരുങ്ങി സർക്കാർ. സെഷൻസ് കോടതിയുടെ മുൻകൂർ ജാമ്യ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സർക്കാർ അപ്പീൽ നൽകും. സെഷൻസ് കോടതി ഉത്തരവിലെ പരാമർശങ്ങൾ അതിജീവിതയുടെ മൊഴി അവിശ്വസിക്കുന്ന തരത്തിലെന്ന് ചൂണ്ടിക്കാട്ടിയായിരിക്കും അപ്പീൽ. ബലാത്സംഗ കേസിൽ നടനും എംഎൽഎയുമായ മുകേഷിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുക. മുൻകൂർ ജാമ്യ ഉത്തരവിലെ കണ്ടെത്തലുകൾ തുടരന്വേഷണത്തെയും വിചാരണയെയും ബാധിച്ചേക്കാമെന്നായിരിക്കും വാദം. സെഷൻസ് കോടതി ഉത്തരവിലെ പരാമർശങ്ങൾ സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘം പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന് കത്തും നൽകിയിരുന്നു. 15 വർഷം പഴക്കമുള്ള കേസെന്ന ലാഘവത്തോടെയാണ് സെഷൻസ് കോടതിയുടെ വിലയിരുത്തൽ. അത്തരം ലാഘവത്തോടെ കേസിനെ കാണാനാകില്ല. വിശദമായ മുൻകൂർ ജാമ്യ ഉത്തരവ് പരിധി വിട്ടതാണ്. 19 പേജിൽ കേസിലെ വസ്തുതകൾ വിശദമായി ചർച്ച ചെയ്യേണ്ടിയിരുന്നില്ല. കൂടാതെ കേസിന്റെ വിശദമായ വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ അനിവാര്യമല്ലെന്നായിരിക്കും അപ്പീലിൽ സർക്കാർ വാദമുന്നയിക്കുക. ഇക്കഴിഞ്ഞ 5-നാണ് ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിന്മേലെടുത്ത കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ഇതേ നടിയുടെ പരാതിന്മേലെടുത്ത മറ്റൊരു കേസിൽ ലോയേഴ്സ് കോൺഗ്രസ് മുൻ നേതാവ് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ മാസം 10-ന് ഉത്തരവ് പറയും. ജനം, കൊച്ചി.